ഒരു റാപ്പറുടെ മ്യൂസിക് വീഡിയോ ആൽബമാണ് വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചു വിട്ടിരിക്കുന്നത്. ആ ഒരു വീഡിയോയിലെ വേഷവിധാനങ്ങളാണ് ഇപ്പോൾ മതത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ. ആ ഒരു വീഡിയോയെ കുറിച്ച് പറഞ്ഞാൽ, ആ റാപ്പർ ഒരു കാളി ദേവിയുടെ ഒരു രൂപത്തിൽ വന്നുകൊണ്ട് ഒരു റാപ്പ് മ്യൂസിക്കാണ് ആലപിക്കുന്നത്. ഈ ഒരു വേഷവിധാനം കാളിദേവിയുടെയാണ്. കുരിശുകൂടി കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് വികൃതമായിട്ടുള്ള ലൈംഗിക ചേഷ്ടകളൊക്കെ നടത്തിക്കൊണ്ടാണ് ഈ റാപ്പർ ഈ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. റാപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കനേഡിയൻ റാപ്പറും മോഡലുമായ ഇന്ത്യൻ വംശജ കൂടിയായ ടോമി ജെനസിസ് ആണ് ഈ അടുത്ത ഒരു മ്യൂസിക് വീഡിയോയിൽ ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കാളി ദേവിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചത്. ഒപ്പം കുരിശുകൂടി കയ്യിൽ കരുതി വളരെ വികൃതമായിട്ടുള്ള ലൈംഗിക ചേഷ്ടകളൊക്കെ നടത്തിയാണ് ഈ റാപ്പ് മ്യൂസിക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ട്രൂ ബ്ലൂ എന്ന് പറയുന്ന പുതിയ ട്രാക്കിൻ്റെയാണ്, അവരുടെ ഒരു പുതിയ ട്രാക്കിൻ്റെ ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ ഒരു റാപ്പ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാനും ഇപ്പം ഈ ട്രൂ ബ്ലൂ എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് പറഞ്ഞോണം കാളി ദേവിയുടെ ഒരു നീല നിറത്തിൽ മുഴുവനും നീല പെയിൻ്റൊക്കെ അടിച്ചിട്ട് കാളി ദേവിയുടെ കണക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ധരിച്ച് നമ്മൾ ആദ്യം വരുമ്പം ആ ഒരു ദേവിയുടെ സങ്കല്പത്തിലേക്ക് വന്നിട്ട് പിന്നീട് ക്യാമറ പോകുന്ന അർദ്ധനഗ്നയായ ഈ കനേഡിയൻ റാപ്പറെയാണ് പിന്നെ കാണുന്നത്. ഇവരൊരു മോഡൽ കൂടിയാണ്. അപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് പകുതി മാത്രമേ ഉള്ളൂ വേഷം, എന്ന് വെച്ചാൽ പകുതി എന്ന് പറയാനും ഇല്ല. ആ ഒരു മ്യൂസിക് ആൽബം കാണുമ്പം തന്നെ അറിയാം അർദ്ധനഗ്നയാണ്. എന്നിട്ട് കുരിശ് പിടിച്ചിട്ട് ആ കുരിശ് പല രീതിയിൽ കിസ് ചെയ്യുന്നതും ലൈംഗിക സെക്ഷൽ രീതിയിലൊക്കെയാണ് അത് ഇവർ ആ റാപ്പിൽ വീഡിയോയിലൂടെ കാണിക്കുന്നത്. മാത്രമല്ല ഈ കുരിശ് ചില എന്താ പറയുക ഗുഹ്യഭാഗത്തൊക്കെ വെച്ചുകൊണ്ടുള്ള മ്യൂസിക് ആൽബമാണ്. ഇത് എന്തിനാണെന്നുള്ള നമ്മളൊക്കെ ഒരു കലാ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യന് സമാധാനവും സന്തോഷവും ഐക്യവും ഒക്കെ ഇപ്പം മതപരമായിട്ടുള്ള കലാസൃഷ്ടികളും ഉണ്ടല്ലോ. ഇതൊക്കെ ഐക്യവും ഒത്തൊരുമയും സ്നേഹവും ഒക്കെ നല്ല അംശങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ് ഒരു കലാകാരൻ്റെ ലക്ഷ്യം. മറ്റുള്ളവരിലേക്ക് വികൃതമായ രീതിയിൽ കലാസൃഷ്ടി കൊണ്ടുവരുമ്പോൾ അത് ഒരു ജനത്തെ, ഒരു വലിയ വിഭാഗത്തെ ആയിരിക്കും ചിലപ്പോൾ അത് വ്രണപ്പെടുത്തുന്നത്. ഇപ്പം ഇത്തരത്തിൽ ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ മ്യൂസിക് ആൽബം എന്തിനാണ് ഇത്തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ചെയ്തതെന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചോദിക്കുന്നത്. ജെനസിസ് യാസ്മിൻ മോഹൻ രാജ് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ റാപ്പർ. മലയാളി, തമിഴ്, സ്വീഡിഷ് വംശജരുമായി ആണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ 3 രീതിയിലാണ് ഈ ഒരു വീഡിയോ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് ഈ വരികളുടെ പ്രമേയം എന്ന് പറയുന്നത് ലൈംഗികതയുമായും ലിംഗഭേദവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ വരികളൊക്കെ. പലപ്പോഴും ഇവരുടെ ഈ സംഗീതമൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇവരുടെ ഈ ഒരു റാപ്പ് മ്യൂസിക്കൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിന് ന്യായീകരിച്ചുകൊണ്ടാണ് ഒരു അഭിമുഖത്തിൽ പറയുന്നത്, തങ്ങളുടെ വിശ്വാസങ്ങളുമായി ബന്ധിപ്പിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്നുള്ളതാണ് ജെനസിസ് പ്രഭ ഇതിൽ പരാമർശിക്കുന്നത്. പുതിയ മ്യൂസിക് വീഡിയോയെ കുറിച്ചുള്ള വികാരങ്ങളോ വിമർശനങ്ങളോ തന്നെ അലട്ടുന്നില്ലെന്നും ഇതിനെ അവർ കൂളായിട്ട് തന്നെയാണ് അതിനെ നേരിടുന്നത്, അവർക്ക് അതൊന്നും വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു ഇൻ്റർവ്യൂ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ആരെ വ്രണപ്പെടുത്തുന്ന കലാസൃഷ്ടി എന്ത് തന്നെയാലും ആരെ വ്രണപ്പെടുത്തുന്നു ഇല്ലേ എന്നുള്ളതൊന്നും അവർ നോക്കാറില്ല. അതേപോലെ തന്നെ ഇവർ കാനഡയിലെ വാൻകൂവറിലാണ് ജനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വംശജയാണ് ഈ റാപ്പർ. സംഗീത ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് എമിലി കാർ യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ട് ആൻഡ് ഡിസൈനിൽ നിന്നും ബിരുദം നേടിയിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെയാണ് സിനിമയും ഒക്കെ പഠിച്ചത്. ഇവർ ഒരു മോഡൽ കൂടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം മാത്രമല്ല ഇവർ നിരവധി ഈ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് ഇവർ ചെയ്തിട്ടുള്ളതായിട്ടുള്ള നിരവധി പ്രോജക്റ്റുകൾ എല്ലാം വിമർശനപരമായിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെയാണ്. പക്ഷെ ഇത് ഇത്തിരി കുറച്ചുകൂടി അതിര് കടന്നു എന്നുള്ളത്. 34 വയസ്സാണ് ഈ കലാകാരിക്കുള്ളത്. കാൽവിൻ ക്ലീൻ, അതേപോലെ തന്നെ
ഇങ്ങനെയുള്ള മറ്റ് സംഗീത കലാകാരന്മാരോടൊപ്പം ഒക്കെ തന്നെ ഇവർ കൂടുതൽ കലാസൃഷ്ടികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെയാലും ഇതിപ്പോൾ ഒരു വലിയ വിവാദത്തിന് ഇടയായിട്ടിരിക്കുകയാണ്. ഈ സ്വർണ്ണ ബിക്കിനിയൊക്കെ ധരിച്ചുകൊണ്ട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ച് ഈ ഒരു കാളി ദേവിയായിട്ടാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഒരു മാത്രമല്ല, ഒരു കുരിശു രൂപം ഇങ്ങനെ കൈകളിൽ എഴുതിയിട്ട് ഇങ്ങനെ നമസ്തേ ആംഗി, ഇന്ത്യൻ സ്റ്റൈലിൽ ഈ നമസ്തേ ആംഗിയൊക്കെ ഇടയ്ക്ക് കാണിച്ചുകൊണ്ട് ഈ കുരിശു രൂപത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ ഈ പറഞ്ഞോണം ഒരു സെക്ഷലി ഒരു ലൈംഗിക ചുവയോടുള്ള അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ഇവർ ഇത്തരത്തിൽ ഇതിനകത്ത് കാണിക്കുന്നത്. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു റാപ്പ് മ്യൂസിക്കിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ എന്തിനാണ് മറ്റുള്ള മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ക്രിയേറ്റ് ഇതുകൊണ്ട് യാതൊന്നുമില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അരോചകരമായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം ഇപ്പം വേടൻ്റെ റാപ്പ് മ്യൂസിക്കാണ് നമ്മുടെ ഒരു പക്ഷേ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു റാപ്പ് മ്യൂസിഷ്യൻ വേടൻ എന്ന് പറയും. വേടന് ഒരു പക്ഷേ ഇത്തരത്തിലൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റേത് രാഷ്ട്രീയം വെച്ചും ഈ പറഞ്ഞതുപോലെ ഈ ജാതി വ്യവസ്ഥയൊക്കെ വെച്ച് മറ്റൊരു തരത്തിലാണ് റാപ്പ് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിൽ ഒരു വിഭാഗത്തെ മാത്രം കാണിച്ചുകൊണ്ട് ഇങ്ങനെ അവരെ വ്രണപ്പെടുത്തുന്നതും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ വ്രണപ്പെടുത്തുന്നതും ഒക്കെ തരത്തിൽ ഇങ്ങനെ ഉള്ള കലാസൃഷ്ടികൾ എന്തിനാണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇപ്പോൾ വേടനാണെന്നുണ്ടെങ്കിൽ ഈ കൂടുതലും ശ്രീലങ്കൻ വംശജന് നേരിട്ടിട്ടുള്ള ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ അവിടെ അനുഭവിച്ചിട്ടുള്ള വേദനകളൊക്കെ എടുത്തു കാട്ടി കേരളത്തിൽ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്ന് തള്ളി മറിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടെ. ഇപ്പോൾ ഇവിടെ സവർണർ അവർണർ എന്നുള്ള ഒരു വിഭാഗമല്ല ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ സമ്പന്നതയിൽ നിൽക്കുന്നത്. ഇങ്ങനെ രണ്ട് തട്ടുകളിലായിട്ടാണ് കിടക്കുന്നത്. വേടനെ ഇപ്പോൾ ഉള്ളവർ ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക്, പട്ടിണി കിടക്കുന്നവരുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനെ പിടിച്ചു കുലുക്കുന്ന വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രീതിയിലൊക്കെ റാപ്പ് സോങ് നിർമ്മിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രാധാന്യം അർഹിക്കും. പണ്ട് കാലത്ത് എപ്പോഴോ നടന്ന അടിച്ചമർത്തലും ഒക്കെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് ഭിക്ഷയെടുക്കുന്ന എത്രയോ സവർണ ആൾക്കാർ ഇന്ന് നമ്മളുടെ കൊച്ചു കേരളത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആ വിഭാഗമാണ്. അപ്പോൾ ജനത്തെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കേണ്ടുന്നത്. ഒന്ന് ദാരിദ്ര്യം അനുഭവിക്കുന്നവനെന്നും ഒന്ന് സമ്പദ് വ്യവസ്ഥയിൽ നിൽക്കുന്നവനെന്നുമാണ്. ആ ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ്റെ കൂടെയാണ് അവിടെ സവർണനുണ്ടായിരിക്കും, അവർണനുണ്ടായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം ഉണ്ടായിരിക്കും, ഹിന്ദു ഉണ്ടായിരിക്കും, ക്രിസ്ത്യാനി ഉണ്ടായിരിക്കും. ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ചെന്ന് കയറി അവരുടെ തൊഴിലായ്മയുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ തൊഴിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവരുടെ കൈപിടിച്ച് ഉയർത്തേണ്ടുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്നത് പോലെ ബ്രാഹ്മണനിസം അല്ലെങ്കിൽ ഈ പറയുന്ന അവർണനിസം സവർണനിസം എന്നൊക്കെ നഷ്ടപ്പെട്ടു പോയ കാലമാണ്. ബ്രാഹ്മണനിസം സവർണനിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ തിരുവനന്തപുരത്തെ ഈ പറഞ്ഞോണം ബ്രാഹ്മണ തെരുവുകളിൽ തന്നെ ചെല്ലുമ്പോൾ അറിയാം അവർ അന്നത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കിടന്ന് നെട്ടോട്ടം ഓടുകയാണ് നമ്മൾ കാണുന്ന ചില പൂജാരിമാരുടെയൊക്കെ അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ആ രാജഭരണകാലവും രാജകുടുംബകാലവും ഒക്കെ കഴിഞ്ഞ് അവരെയൊക്കെ അടിച്ച് താഴ്ത്തിയൊക്കെ ഇട്ട് നിങ്ങൾ കഴിഞ്ഞില്ലേ. പണ്ടെപ്പോഴോ ഇവരുടെയൊക്കെ പൂർവികർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരോട് ചെയ്തിട്ടുള്ള തിക്താനുഭവങ്ങൾ, ക്രൂരതകൾ ഇനിയും ഒന്നുമില്ലാത്തവരുടെ മേലിൽ, ദാരിദ്ര്യം അനുഭവിക്കുന്ന സവർണന്റെ മേലിൽ എന്തിനാണ് ഇങ്ങനെ അടിച്ചമർത്തി ഇടുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. വേടനെ പോലെ മറ്റൊരു അവതാരമാണിപ്പോൾ ഈ പറഞ്ഞ റാപ്പർ, കനേഡിയൻ റാപ്പറും ജെനസിസ് എന്ന് പറയുന്ന ഈ ഒരു റാപ്പറും. അപ്പോൾ ഇവർ ഈ പറയുന്നത് പോലെ കാളിദേവിയുടെ ഒക്കെ ഇതിട്ട് ബിക്കിനിയൊക്കെ ഇട്ടിട്ട് കുരിശിനെ വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത്തരത്തിൽ മതത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തെ നശിപ്പിക്കുന്ന തരത്തിലൊക്കെ ഇങ്ങനെയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കും. എന്തായാലും ഇവർക്ക് ഇനി നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടിരുന്ന് കാണാം. എന്തായാലും വളരെയധികം മോശമായി. ഇപ്പോൾ ഇത്തരത്തിലുള്ള കലാസൃഷ്ടികളെ പ്രോത്സാഹിപ്പിക്കരുത്. ഇത്തരത്തിലുള്ള കലാസൃഷ്ടികൾ ഇനി അനുവദിക്കരുത്. ഇതിനൊരു സെൻസറിങ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ കവിതകളാണെങ്കിലും ഇപ്പോൾ സിനിമകളിൽ സെൻസറിങ് വരുന്നത് കണ്ടില്ലേ. എമ്പുരാന് ശേഷം ഒരു വലിയ കലാസൃഷ്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്തോരം ആൾക്കാരെയാണ് എന്തെല്ലാം പ്രശ്നങ്ങളാണോ ആ സിനിമ മൂലം ഉണ്ടാക്കിയത്. കലകൾ എപ്പോഴും മനുഷ്യന് ആശ്വാസവും സമാധാനവും സന്തോഷവും ഒക്കെ തരുന്നതായിരിക്കണം. അല്ലാതെ കലകൾ മൂലം മനുഷ്യൻ തമ്മിലടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത്. എന്നാൽ കലാകാരന്മാർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതിയുണ്ട്. അത് വേണ്ടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തി ഒരുപക്ഷെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റും. അത് പക്ഷെ ഒരു പ്രത്യേക വിഭാഗത്തെ അവരുടെ സ്വന്തം രാഷ്ട്രീയവും മതവും വെച്ച് ഒരു വിഭാഗത്തെ മാത്രം കൂശിത്തരയ്ക്കുന്ന തരത്തിലാവരുതെന്ന് മാത്രം.
പൊതുവേ നിൽക്കുന്ന വിഷയങ്ങൾ എടുത്ത് കാണിച്ച് സമൂഹത്തിന് എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കുക. ഇപ്പൊ എമ്പുരാന് ശേഷം മറ്റുള്ള സിനിമകളെല്ലാം കൂടുതൽ സെൻസർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ റാപ്പ് മ്യൂസിക്കിനാണെങ്കിലും വരുന്ന കവിതകൾക്കും നോവലുകൾക്കും എല്ലാം ഒരു സെൻസറിങ് ആവശ്യമായിട്ടുള്ള കാലം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്.